Welcome to Helpora Learning. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമുക്ക് മറ്റൊരു മലയാളം ചരിത്ര നോവലായ ലോകസുന്ദരനിലെ ചില പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ഗ്രന്ഥകർത്താവ് TK ഉബൈദ്. ജനനം പൊന്നാനി, മലപ്പുറം. ഇസ്ലാമിക എഴുത്തുകാരൻ, പ്രബോധനം, മലർവാടി തുടങ്ങിയവയുടെ എഡിറ്റർ. മറ്റു കൃതികൾ: ഖുർആൻ ബോധനം, ആദം ഹവ്വ. പുസ്തകത്തിൽ നിന്നും. പുസ്തകത്തിൻ്റെ തലക്കെട്ടായ ലോകസുന്ദരൻ എന്നത് ആരെക്കുറിച്ചാണ്? യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി ജനിച്ചത് ഫലസ്തീനിൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ പുത്രൻ ഇസ്ഹാക്ക് നബിയുടെ പുത്രനാണ് യാക്കൂബ് നബി. പ്രായം കൊണ്ട് യൂസുഫിൻ്റെ തൊട്ടടുത്ത ഇളയ സഹോദരൻ ബിന്യാമിൻ. യൂസുഫ് നബിയുടെ മുകളിൽ 10 സഹോദരന്മാർ. യൂസുഫ് നബി കണ്ട സ്വപ്നം മിന്നിത്തിളങ്ങുന്ന 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തൻ്റെ മുന്നിൽ പ്രണാമം ചെയ്യുന്നത്. യാക്കൂബ് നബിക്കും യൂസുഫ് നബിക്കും അള്ളാഹു കൊടുത്ത കഴിവ്. സ്വപ്നവ്യാഖ്യാനം. യൂസുഫിനെ പിതാവിൽ നിന്നും സഹോദരങ്ങൾ എങ്ങനെയാണ് അകറ്റിയത്? യൂസുഫ് നബിയെ കളിക്കാൻ വിളിച്ചു കൊണ്ടുപോയി അകലെയുള്ള കിണറ്റിൽ തള്ളിയിട്ടു. നബിയുടെ വസ്ത്രത്തിൽ ഒരാടിനെ അറുത്ത് രക്തം പുരട്ടി ചെന്നായ പിടിച്ചു കൊണ്ടുപോയി എന്ന് പിതാവിനെ പറഞ്ഞ് ബോധിപ്പിച്ചു. യൂസുഫ് നബി കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. വിദേശികളായ കച്ചവടക്കാർ വെള്ളം കുടിക്കാൻ ആ കിണറിനരികെ വരികയും അവരിറക്കിയ തൊട്ടിയിൽ കയറി രക്ഷപ്പെട്ടു. അവരദ്ദേഹത്തെ കൊണ്ടുപോയത് മിസ്റിലെ അഥവാ ഈജിപ്തിലെ അടിമച്ചന്തയിൽ. തേനൂറും സ്വരത്തിന് ഉടമയായ അതീവ സുന്ദരനായ യൂസുഫ് നബിയെ അടിമച്ചന്തയിൽ നിന്നും സ്വന്തമാക്കിയത് ആര്? എത്ര വിലക്കാണ് വാങ്ങിച്ചത്? സന്താന ഭാഗ്യമില്ലാതെ പോയ ഈജിപ്തിലെ മന്ത്രി 5000 വെള്ളിക്കാണ് വാങ്ങിച്ചത്. മന്ത്രി തൻ്റെ യുവാവായ വളർത്തുപുത്രൻ യൂസുഫിനെ ആദ്യമായി ഏത് ജോലിക്കാണ് നിയോഗിച്ചത്? പോലീസ് ഇൻസ്പെക്ടർ. അക്കാലത്ത് നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ നബിക്ക് സാധിച്ചു. യൂസുഫ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു ദുരന്ത സംഭവം. മന്ത്രിപത്നിക്ക് നബിയിലുണ്ടായ താൽപ്പര്യം മൂലം അവർ നബിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും നബി അവരിൽ നിന്നും കുതറിയോടുകയും ചെയ്തു. മന്ത്രി ഈ സംഭവം കാണാനിടയായി. ഈ വിഷയത്തിൽ യൂസുഫ് നബിയുടെ സത്യസന്ധത മന്ത്രിപത്നിയുടെ ബന്ധു പറഞ്ഞ ബുദ്ധിപ്രകാരം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരാൾ മറ്റൊരാളെ പിടികൂടുകയും അപരൻ കുതറിയോടുകയും ചെയ്യുമ്പോൾ പിടിച്ചയാളിൻ്റെ വസ്ത്രം മുൻവശത്തും കുതറിയോടുന്ന ആളിൻ്റെ വസ്ത്രം പിൻവശത്തുമാണ് കീറുക. അപ്രകാരം യൂസുഫ് നബിയുടെ വസ്ത്രത്തിൻ്റെ പിൻവശമാണ് കീറിയിട്ടുണ്ടായിരുന്നത്. മന്ത്രിപത്നി താൻ യൂസുഫ് നബിയിൽ ആകൃഷ്ടയായതിൻ്റെ കാരണം നഗരത്തിലെ പ്രധാന വനിതകളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത്? അവരെയെല്ലാം ഒരു സൽക്കാരത്തിന് വിളിച്ച് കൈകളിൽ പഴങ്ങളും കത്തിയും നൽകുകയും യൂസുഫ് നബിയെ സദസ്സിലേക്ക് വിളിക്കുകയും നബിയുടെ ഭംഗിയിൽ മുഖത്തു നട്ടുകൊണ്ട് പഴം മുറിച്ചപ്പോൾ അതിഥികളിൽ പലരുടെയും കൈകൾ മുറിഞ്ഞു. യൂസുഫ് നബിയെ ജയിലിൽ അടയ്ക്കാൻ കാരണം. മന്ത്രിപത്നി തനിക്കെതിരെ വന്ന ആരോപണം ഇല്ലാതെയാക്കാൻ യൂസുഫ് നബിയെ ജയിലിൽ അടക്കലാണ് നല്ലതെന്ന സൂത്രം മന്ത്രിയെ ബോധിപ്പിച്ചത് മൂലം. തടവറയിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് 2 പേർ, പാചകക്കാരനും മദ്യം വിളമ്പുകാരനും. പാചകക്കാരൻ കണ്ട സ്വപ്നവും അതിന് യൂസുഫ് നബി കൊടുത്ത വ്യാഖ്യാനവും എങ്ങനെയായിരുന്നു? താൻ വിജനമായ ഒരിടത്ത് നിൽക്കുന്നതും വിചിത്രവും ഭീകരവുമായ ഒരു പക്ഷി തൻ്റെ തലയിൽ വഹിച്ച അപ്പക്കൊട്ടയിൽ ഇരിപ്പുറപ്പിക്കുകയും അതിൻ്റെ മൂർച്ചയേറിയ കൊപ്പുകൾ കൊണ്ട് അപ്പം കൊത്തിത്തിന്നുന്നു. വ്യാഖ്യാനം:
കുരിശിൽ തറച്ച് കൊല്ലപ്പെടും എന്നതായിരുന്നു. അപ്രകാരം സംഭവിച്ചു. മദ്യം വിളമ്പുകാരൻ കണ്ട സ്വപ്നവും അതിന് യൂസുഫ് നബി കൊടുത്ത വ്യാഖ്യാനവും എന്തായിരുന്നു? താൻ കൊട്ടാരത്തിൽ രാജാവിന് മദ്യം വിളമ്പുകയും ഒരു കോപ്പ കുടിച്ച് മറ്റൊരു കോപ്പയ്ക്കായി തിരുമേനി വിളിച്ച സന്ദർഭത്തിലാണ് സ്വപ്നം കണ്ട കാര്യം പറയാൻ പാചകക്കാരൻ തന്നെ വിളിച്ചത്. വ്യാഖ്യാനം: അദ്ദേഹം ജയിലിൽ മോചിതനായി കൊട്ടാരത്തിലെ ജോലിയിൽ തിരികെ കയറും. അപ്രകാരം സംഭവിച്ചു. യൂസുഫ് നബി മദ്യം വിളമ്പുകാരനെ ഏൽപ്പിച്ചതും അദ്ദേഹം മറന്നതുമായ കാര്യം രാജാവിന് മുമ്പിൽ യൂസുഫിൻ്റെ നിരപരാധിത്വം അറിയിച്ച് ജയിൽ മോചിതനാക്കാൻ. രാജാവ് കണ്ട സ്വപ്നം എന്തായിരുന്നു? യൂസുഫ് നബിയെ ജയിൽ മോചിതനാക്കാൻ സഹായിച്ച ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്തായിരുന്നു? നൈലിൻ്റെ തീരത്ത് 7 തടിച്ചു കൊഴുത്ത പശുക്കൾ പ്രത്യക്ഷപ്പെടുകയും മെലിഞ്ഞൊട്ടി വയറൊട്ടിയ വികൃതമായ 7 പശുക്കൾ പ്രത്യക്ഷപ്പെട്ട് ഇവയ്ക്ക് മേൽ വീണ് ആർത്തിയോടെ കടിച്ച് കയറി തിന്നാൻ തുടങ്ങിയതുമാണ് സ്വപ്നം. വ്യാഖ്യാനം: മിസ്റിൽ അഥവാ ഈജിപ്തിൽ സുഭിക്ഷമായ 7 വർഷങ്ങൾ വരികയും ശേഷം 7 വരണ്ട ക്ഷാമവർഷം വരാനിരിക്കുകയുമാണ്. രാജ്യത്തിൻ്റെ ധാന്യശേഖരങ്ങളുടെ ചുമതല തന്നെ ഏൽപ്പിച്ചാൽ വിഷമഘട്ടത്തെ നേരിടാം എന്ന് യൂസുഫ് രാജാവിനെ അറിയിച്ചു. അപ്രകാരം ആദ്യ 7 വർഷത്തിൽ ഉണ്ടായ വിളവ് പരമാവധി ശേഖരിക്കുകയും പിന്നീടുള്ള 7 വർഷം അവ മിതമായ രീതിയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. സഹോദരങ്ങൾ എങ്ങനെയാണ് യൂസുഫ് നബിയിൽ എത്തിയത്? ക്ഷാമകാലം അയൽ നാട്ടുകാരായ ഫലസ്തീനിനെയും ബാധിച്ചു. ധാന്യം ലഭിക്കുന്നതിനായി അവർ മിസ്രിലേക്ക് വരേണ്ടി വന്നു. യാക്കോബ് നബിക്ക് കാഴ്ച നഷ്ടമായത് എങ്ങനെ? തൻ്റെ ഒരു പൊന്നോമന പുത്രൻ നഷ്ടപ്പെട്ടതുപോലെ തൻ്റെ മറ്റൊരു പൊന്നോമന പുത്രനായ ബിന്യാമിൻ നഷ്ടപ്പെട്ടത് മൂലം. ബിന്യാമിനെ നഷ്ടപ്പെടാൻ കാരണം തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ യൂസുഫ് നബി റേഷൻ തരണമെങ്കിൽ ഇളയ സഹോദരനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അപ്രകാരം സഹോദരന്മാർ ബിന്യാമിനെ കൊണ്ടുവരികയും അനിയനോടുള്ള സ്നേഹം മൂലം സൂത്രത്തിൽ യൂസുഫ് നബി അവൻ്റെ ചാക്കിൽ വെള്ളിക്കോപ്പ വെച്ച് അത് പിടിക്കുകയും ശിക്ഷയെന്നോണം അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. യാക്കോബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടിയത് എങ്ങനെ? യൂസുഫ് നബി തൻ്റെ വസ്ത്രം ഒരു സഹോദരന് ഊരിക്കൊടുത്ത് അത് യാക്കോബ് നബിയുടെ മുഖത്തിടാനും കൽപ്പിച്ചു. അപ്രകാരം യൂസുഫ് നബിയുടെ മണം തിരിച്ചറിഞ്ഞ യാക്കോബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടി. യൂസുഫ് നബി ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ആരെല്ലാമായിരുന്നു? 11 നക്ഷത്രങ്ങൾ സഹോദരങ്ങൾ, സൂര്യനും ചന്ദ്രനും യാക്കോബ് നബിയും ഭാര്യയും. ഈ കഥ വിവരിക്കുന്ന ഖുർആൻ അധ്യായം അത് എത്രാം അധ്യായമാണ്? ഈ സൂറക്ക് ആകെ എത്ര ആയത്തുകൾ? അവതരണം എവിടെ വെച്ച്? സൂറത്ത് യൂസുഫ് അധ്യായം 12, 111 ആയത്തുകൾ. അവതരണം മക്കയിൽ വെച്ച്. Thanks for studying with us today. If you enjoyed this class, please subscribe and join our learning community. And don't forget to drop your questions or thoughts in the comments. Let's grow together. See you soon.